നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. I visit my parents on dash Sundays. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് alternate, alternating, alternative, alternatively. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിടവിട്ടുള്ള ഞായറാഴ്ചകളിൽ ഞാൻ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യുന്നു എന്നർത്ഥത്തിലാണ്. അപ്പം ഒന്നിടവിട്ട് എന്നർത്ഥം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോയ്സ് അല്ലെങ്കിൽ പകരം എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോർ ദാൻ വൺ പേഴ്സൺ ഡാഷ് ഫിയർഡ് ടു ബി ഡ്രൗൺഡ്. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോർ ദാൻ വൺ പേഴ്സൺ, മെനി എ പേഴ്സൺ എന്നൊക്കെ വരികയാണെങ്കിൽ അതെപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പം ഇവിടെ അതുമായി ചേർന്ന് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഹാസും ഈസുമാണ്. കാരണം ഹാസും ഈസുമാണ് സിംഗുലർ ഫോമിലുള്ള വെർബ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹാസ് വരില്ല. കാരണം ഇതൊരു പാസീവ് വോയിസ് ഉള്ള സെന്റൻസ് ആണ്. പാസീവ് വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബി ഫോംസ് പ്ലസ് V3 ആണ്. ഇവിടെ ബി ഫോംസ് ആയിട്ട് നമ്മൾ ഈസ് സങ്കല്പിക്കുകയും ഫിയേഡ് എന്നുള്ളത് V3 ഫോമുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാസീവ് വോയിസിന്റെ റൂൾ അനുസരിച്ച് ഇവിടെ ഈസ് ആണ് ആൻസറായി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 വരാം. ഇപ്പം നോക്കാം. ദ വാൾസ് ആർ ഡർട്ടി, ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ദം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് ടൈം എന്ന് വെച്ചാൽ അർത്ഥം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നർത്ഥത്തിലാണ്. അപ്പം അതിന് പ്രത്യേകതയുമുണ്ട്. അതായത് ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ, ഇവിടെ വി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം എന്നുള്ളതിന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ പിന്നീട് നമുക്കൊരു വെർബ് എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ വരേണ്ട വെർബ് എപ്പോഴും സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ഇറ്റ് ഈസ് ടൈം കാണുമ്പോൾ ഈസ് കണ്ടുകൊണ്ട് പലരും അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ പെയിന്റ് എന്നുള്ള പ്രസന്റ് ഫോം ഓപ്ഷൻ എടുത്തെഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് തെറ്റാണ്. മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് ടൈം അതിന് ശേഷം ഒരു സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ളതായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പെയിന്റഡ് എന്നുള്ളതാണ്. ഏതാണ്? പെയിന്റഡ്. ഇനി അടുത്ത് നോക്കാം. ദ വേർഡ് കാറ്റഗറിക്കലി മീൻസ്, അതായത് ഇവിടെ കാറ്റഗറിക്കലി എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാറ്റഗറിക്കലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ആൻസർ സി ആണ്. അതായത് ലീവിങ് നോ ഡൗട്ട് എന്നുള്ളതാണ് കാറ്റഗറിക്കലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും സെപ്പറേറ്റ്ലി എന്നെഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ആൻസർ ലീവിങ് നോ ഡൗട്ട് എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെല്ലിങ്ങിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വാക്ക് എടുത്തെഴുതാനാണ്. അപ്പം നമുക്ക് നോക്കാം. ബുൾഡോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രോഷർ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രിവിലേജ് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ നൺ ഓഫ് ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആൻസർ പ്രിവിലേജ് ആണ്. കാരണം പ്രിവിലേജ് എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിവിലേജ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ് പ്രിവിലേജ് എന്നായതുകൊണ്ട് നമ്മൾ എ മനസ്സിലാക്കി അത് തെറ്റല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നൺ ഓഫ് ദീസ് എന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് PRIVILEGE എന്നുള്ളതാണ്. അത് EG എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.